ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വോൾഗാർ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ലൊക്കേഷൻ കാണാനാണ് വന്നിരിക്കുന്നത്. താത്താർ മുസ്ലിം ആദ്യമായിട്ടുണ്ടായ ഒരു സ്ഥലം, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടൂറിസ്റ്റുകളൊക്കെ ഈ സമയത്ത് വളരെയധികം കുറവാണെങ്കിലും ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. റഷ്യയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, അവർ നല്ല രീതിയിൽ അതൊക്കെ മേക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ആളും തിരക്കും ഒക്കെ കുറവായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒരുപാട് പേര് ഇപ്പോൾ റഷ്യയിലേക്ക് വരുന്നില്ല, കാരണം പലർക്കും പേടിയാണ്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് റഷ്യയിലേക്ക് ഓൾവേസ് വെൽക്കം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. വാറൊന്നും നടക്കുന്ന ഇവിടെയല്ല. അതൊന്നും ഓർത്തിട്ട് നിങ്ങൾ വരാതിരിക്കരുത്. ഇപ്പം ഈ വിസയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനുണ്ട്. അപ്പോൾ ഇത്രയും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ളൊരു റഷ്യ കാണാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. നിങ്ങളിതൊക്കെ ഉപയോഗിക്കുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഈ പ്ലേസിലാണ് പിയർവി താത്താർ മുസ്ലിം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതായത് ഈ മണ്ണിൽ ആദ്യമായിട്ട് മുസ്ലിം വന്ന ഒരു രാജ്യമല്ല കേട്ടോ, സ്ഥലം. ഈ ചെറിയ കൂടാരങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കഫേകളാണ്. ഇവിടെ ഇവരുടെ തന്നെ തത്താറിൻ്റെ ഫുഡ് നമുക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ വോൾഗ റിവർ അല്ലെങ്കിൽ കാമ റിവറിൻ്റെ ഒരു പോഷക നദികളൊക്കെ ഒഴുകുന്ന ഒരു പ്ലേസാണിത്. അപ്പോൾ അവിടുത്തെ ആ ഒരു നദിയുടെ തീരത്താണ് ഈ ഒരു മോസ്ക് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു മോസ്കാണ്. അത് മാത്രമല്ല 13ാം സെഞ്ച്വറിയിലൊക്കെയാണ് ഈ ഒരു മോസ്ക് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം പലതവണ പുതുക്കി പണിതിട്ടുണ്ട്. 2014 ലേറ്റസ്റ്റ് ആയിട്ട് ഈ മോസ്ക് പുതുക്കി പണിതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു നദിയുടെ തീരത്ത് അത്രയും സുന്ദരമായ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മോസ്കാണ്. അന്നത്തെ കാലത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എപ്പോഴും മോസ്കിനോട് ചേർന്ന് തന്നെ ഒരു ദേവാലയം, അതായത് ഒരു ചർച്ചും പണി കഴിപ്പിച്ചിരുന്നു. ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി എത്ര ഒരുമയോടെയാണ് ജീവിച്ചതെന്നാണ് ഈ ഒരു ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ വരുന്നവർക്ക് ഇവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിനെയൊക്കെ ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും. കുട്ടി ഷോപ്പുകളാണ്. അതായത് ഒരുപാട് വലിയ ആർഭാടമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ മോസ്കിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയുള്ള തലയിൽ തൊപ്പി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. റഷ്യൻസിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്. ഉണക്കമീനും ബിയറും നല്ല കോംബോയാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇവിടുത്തെ ഈ ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ നദിയിൽ നിന്ന് തന്നെ പിടിച്ച് ഉണക്കിയെടുത്ത് വെക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിന്ന് വാങ്ങാൻ പോവുകയാണ്. പ്രൈസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. 550, 1200, 1500 അങ്ങനെയൊക്കെയാണ്. അപ്പം നല്ല ഫിഷ് നോക്കിയിട്ട് തരാൻ പറഞ്ഞു. അപ്പം ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ബിയറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് മോസ്കിൻ്റെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് ഇവർ ആൽക്കഹോളൊന്നും ഇവിടെ വിൽക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ ഉണക്കമീൻ മാത്രമേ വിൽക്കുന്നുള്ളൂ. താത്താരിസ്ഥാനിലെ ആദ്യ മുസ്ലിങ്ങളുണ്ടായ ആ സ്ഥലത്തുണ്ടായ ഈ ഒരു മോസ്ക്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു അന്നത്തെ സമയത്ത് കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരല്ല, ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കുട്ടികളെയും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലമൊക്കെ വന്ന് കണ്ട് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇവിടെയുള്ള എല്ലാ റഷ്യൻസ് മുഴുവനും ഹിസ്റ്ററി അവരുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്ഥലത്ത് വരുമ്പോഴും നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് 13ാം സെഞ്ച്വറിയിൽ മംഗോളിയൻ ഇൻവേഷൻ നടന്ന സമയത്തൊക്കെ ആളുകളൊക്കെ ഇവിടെ വന്ന് ഇവിടെയാണ് കൂടുതലും താമസിച്ചിരുന്നത്. ഇതൊരു കോട്ട പോലെയൊക്കെ അന്ന് ആളുകളെ സംരക്ഷിച്ചിരുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ പോലെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ മണ്ടയിൽ കയറി ഇരുന്നിട്ടാണ് ആൾക്കാർ ഈ മറ്റേ എനിമീസിനെയൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു മഗിൽ, അതായത് ശവകുടീരം എന്നൊക്കെയാണ് പറഞ്ഞു തന്നത്.
പക്ഷേ എന്ന് വെച്ചിട്ട് ഇവിടെ അടക്കം ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അന്നത്തെ സമയത്ത് ഇതൊക്കെ പണിതിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആൾക്കാർ ഇവിടെയൊക്കെ കയറി ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുക, പിന്നെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കോട്ട പോലെ ആക്കുക, അതൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് ഇതിൻ്റെ ഈ ദേവാലയങ്ങളുടെ എല്ലാം ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇല്ലാതെ ജനങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നെന്നുള്ള ആ ഒരു ഇതാണ് ഈ കാണുന്ന ഈ മുസ്ലിം ചർച്ചും അതേപോലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ക്രിസ്ത്യൻ ചർച്ചും. രണ്ടിൻ്റെയും കണ്ട് ഒരുപോലെ ഇരിക്കുന്നത്. ഇവിടെ ആൾക്കാർ നിസ്കരിക്കാൻ വരുന്നു, ഇവിടെ ആൾക്കാർ പള്ളിയിൽ വരുന്നു. അപ്പം യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട്, യാത്രയ്ക്കൊന്നും ഒരു തടസ്സമല്ല എന്ന് കാണിക്കുന്ന ഒരു സംഭവം നിങ്ങളിപ്പോൾ കണ്ടില്ലേ. അങ്ങനെ ഞാനിവിടെ വന്നപ്പോഴത്തേനും ഒരു വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പിനെ തന്നെ കണ്ടു. സോ അങ്ങനെ നമുക്ക് ഇതൊക്കെ ചിലരൊക്കെ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇതുപോലുള്ള വയ്യാഴികയുള്ളവരൊക്കെ വീട്ടിൽ ഇരുന്ന് കാണാറുണ്ട് യൂട്യൂബിലൊക്കെ. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്, അങ്ങനെയുള്ളവരെയൊക്കെ, ആഗ്രഹമുള്ളവരെയൊക്കെ. അപ്പം അതും എനിക്ക് ഇത് ഇവിടെ വന്നിങ്ങനെ ഇവരൊക്കെ വന്നിങ്ങനെ ഗ്രൂപ്പായിട്ട് വന്ന് കാണുമ്പോൾ എനിക്ക് അവരെ ഓർക്കാൻ തോന്നി. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ വീട്ടിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കാണിക്കാനായിട്ട്, തൊട്ടടുത്തുള്ള സ്ഥലമെങ്കിലും കൊണ്ട് കാണിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ റഷ്യയിലെ ഈ ഒരു ബോൾഗാർ സിറ്റിയിൽ ഇത്രയും വൈഡായിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കണ്ടാൽ നമുക്ക് മതി വരില്ല അത്രയും. അതായത് വളരെ ചെറിയ ആളുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ചെറിയ എമൗണ്ട് ഓഫ് ആളുകൾ മാത്രമേ ഇതൊക്കെ വന്ന് കാണുന്നുള്ളൂ. എന്നാൽ പോലും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് ആണ്. ഇത് പ്ലം പഴമാണ്. അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് സമ്മർ സമയത്ത്. അപ്പോൾ നിങ്ങൾ ഈ ബോൾഗാർ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ താത്താരിസ്ഥാൻ ഫുഡ് എന്തായാലും മിസ് ചെയ്യരുത്. അതുകൊണ്ട് താത്താരിസ്ഥാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കഫേയിൽ നമ്മളിന്ന് അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യങ്ങായിട്ടുള്ള കുഞ്ഞു പെൺകുട്ടികളാണ് ഇവിടുത്തെ ഷെഫും അതേപോലെ തന്നെ ഇവിടുത്തെ വെയിറ്റേഴ്സും ഒക്കെ. അപ്പം അത് ഒരു ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ തൂക്കിയിട്ടേക്കുന്ന സാധനം കണ്ടോ, അതെന്തെന്നറിയോ? അത് ചോക്ലേറ്റ് ആണേ. ഇതെന്താണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്തുതിൻ എന്നാണ് പറയുന്നത്. മീറ്റ് നല്ല രീതിയിൽ കുക്ക് ചെയ്തതിന് ശേഷം, സൂപ്പ് പോലെ ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു കോൾഡ് രൂപത്തിൽ ഒരു ജെല്ല് പോലെയാണ് ഇതിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ കഫേയിൽ ഞാൻ കണ്ട വേറൊരു കാര്യം ഇവിടുത്തെ ചായയാണ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു ചായ. അപ്പോൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെസിപ്പി ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ചായ കഴിക്കാൻ വേണ്ടി തന്നെയാണെങ്കിൽ നിങ്ങൾ ഈ കഫേയിലൊന്ന് കയറണം. കാരണം അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു ചായ ഞാൻ വേറൊരു സ്ഥലത്തൊന്നും കഴിച്ചിട്ടില്ല. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനകത്ത് കുറേ പച്ച ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെയോ ഇട്ടിട്ടാണ് ആ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇത് താത്താർ മുസ്ലിങ്ങളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പപ്സ് പോലെ ഇരിക്കുന്ന സാധനമാണ്. പച്മാച്ച് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഇവരോട് റെസിപ്പി കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല കൂട്ടായി. അപ്പോൾ ഈ പെൺകുട്ടികളെല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ പഠിക്കുന്നവരൊക്കെയാണ്. ഇവരുടെ ഒരു പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കസാനിൽ വരുന്നവരെ ബോൾഗാർ സിറ്റിയിൽ വരിക, ഇതെല്ലാം കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്